ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ, അതായത് നമ്മുടെ മഴ തോരും മുമ്പേ എന്ന കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയോടും അലീനയുടെ കൂട്ടുകാരിയോടും ബ്രിജിറ്റാമ്മ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ്. ഇനിയിപ്പം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എൻ്റെ രോഗം എൻ്റെ കരളിനെ കാർന്ന് തിന്ന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പലരെയും പല സ്ഥലങ്ങളിലേക്ക് മാറ്റണം. ഇത് കേട്ടതും അലീനയ്ക്കും ഒക്കെ അതൊരു, രേവതി എന്നാണ് അലീനയുടെ കൂട്ടുകാരിയുടെ പേര്. അപ്പൊ രേവതിക്കും വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. അപ്പം പലയിടങ്ങളിലേക്കാണ് ഇവരെല്ലാവരെയും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രിജിറ്റാമ്മ പറയുകയാണ്, അലീന മോളെ, നിന്നെ എനിക്ക് കുഞ്ഞിലെ പൊട്ടിക്കുഞ്ഞായിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത്. അന്ന് നീ കരയത്തൊന്നുമില്ലായിരുന്നു. അതിൽ നിന്ന് ഞാൻ നിന്നെ ഇത്രയും വരെ വളർത്തി വലുതാക്കിയില്ലേ. അത് അത്രയും എനിക്ക് സാധിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നിന്നെയും കുഞ്ഞിലെ എൻ്റെ കൈ കിട്ടിയതാ. നീ ഭയങ്കര വഴക്കാളിയായിരുന്നു, നീ എപ്പോഴും കിടന്ന് കരയായിരുന്നു. ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ ചേർത്ത് പിടിച്ച് വളർത്തി. ഇനിയിപ്പം ഈ ബ്രിജിറ്റാമ്മയ്ക്ക് അതിന് സാധിക്കില്ല. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ ഒരു കരങ്ങളിൽ സേഫായിട്ട് ഏൽപ്പിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ വേണമെന്നൊക്കെ. പക്ഷേ ഇനി 1, 2, 3 മാസം മാത്രമേ എനിക്ക് ആയുസുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ബ്രിജിറ്റാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയില്ല ബ്രിജിറ്റാമ്മ എന്നല്ല മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. മമ്മി ഇങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങളുടെ മമ്മി 100 കൊല്ലം വരെ ജീവിച്ചിരിക്കണം എന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതും ഈ അനാഥാലയം പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മമ്മി. നമുക്ക് ആ ഒരു ഓപ്പറേഷൻ നടത്താം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. 10-30 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ നടത്തിയിട്ട് ജീവിച്ചിരിക്കും എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ മോളെ? ഇല്ലല്ലോ. വേണ്ട, വെറുതെ ആ 10-30 ലക്ഷം രൂപ ഹോസ്പിറ്റലുകാർക്ക് കൊണ്ടുപോയി തൊലച്ച് കളയാൻ എൻ്റെ കയ്യിലില്ല. 1 രൂപ പോലും നമ്മൾ ഒരു ദിവസം എടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാലോ. അരി മേടിക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കും രോഗങ്ങൾക്കും മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വീടുകളിൽ കയറി ചെന്ന് കൈ നീട്ടുന്നുണ്ട്. അതൊക്കെ വെച്ച് എൻ്റെ ഓപ്പറേഷൻ നടത്താന്ന് പറഞ്ഞാലേ ദൈവം എൻ്റെ കണ്ണിക്കുത്തും. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. നിങ്ങളെല്ലാവരെയും സേഫ് ആക്കിയിട്ട് സമാധാനമായിട്ട് എനിക്ക് ഈ ലോകം വിട്ടു പോകണം. എൻ്റെ കടമകൾ തീരാറായി മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും നമ്മുടെ ബ്രിജിറ്റാമ്മ ഇങ്ങനെ സങ്കടം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അലീന കയറി വായി പൊത്തിയിട്ട്, വേണ്ട, മതി, നിർത്ത്, ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. അല്ല, എല്ലാവരെയും കൂടെ എങ്ങോട്ടേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ പല അനാഥാലയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടപ്പം ഒരു അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരെയും ഒരുമിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കോമഡേഷനും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കുറച്ച് പേരെ വെച്ച് കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാറ്റണം. നിങ്ങളെയും എനിക്ക് എത്തിക്കണം എവിടെയെങ്കിലുമൊക്കെ. ഏതായാലും നാളെ ഞാനൊരു യാത്ര പോകുന്നുണ്ട്, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നിങ്ങൾ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അയ്യോ മമ്മി, ഒറ്റയ്ക്ക് പോകാനോ? ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം എന്നിങ്ങനെ അലീന പറഞ്ഞപ്പം, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമാണ്, ഈ മമ്മിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ രണ്ടും വേണം എല്ലാവരുടെയും കാര്യം നോക്കി ഇവിടെ നിൽക്കാൻ. ഞാൻ ഏതായാലും വെളുപ്പിനെ തന്നെ പോകുമെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രിജിറ്റാമ്മ ഒരു ഓട്ടോയിൽ ഒരു വലിയ വീടിൻ്റെ ഒരു 2 നില വീട് കേട്ടോ. ആ വലിയ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ മുറ്റത്ത് ചെന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ ഡ്രൈവറിനോട് പറയാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പം പോയിട്ട് വരാം, വെയിറ്റ് ചെയ്യണ പൈസ ഞാൻ തന്നോളാന്ന്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്രിജിറ്റാമ്മ പോയി കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ആ സ്ത്രീ ഇറങ്ങി വന്നിട്ട്, ആരാ, എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചു. എന്തോ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഒരു മര്യാദ ഇല്ലാത്തതുപോലെ ഒരു സ്ത്രീയാണ് അങ്ങനെ ചോദിച്ചത് കേട്ടോ. സ്ത്രീയെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാൻ വന്നത് കുഞ്ഞിരാമൻ മേനോൻ സാറിനെ കാണാനാണ്. അപ്പൊ കുഞ്ഞിരാമൻ എന്നെങ്ങാണ്ടാണ് പുള്ളിക്കാരൻ്റെ പേര് കേട്ടോ. അപ്പൊ പുള്ളിക്കാരനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. അത് അച്ഛനിപ്പം അസുഖമാണ്, അച്ഛനിപ്പം ആരെയും കാണാൻ അനുവദിക്കാറില്ല ഞങ്ങളെന്ന് പറഞ്ഞപ്പം, അത് എനിക്കൊന്ന് കണ്ടേ പറ്റൂ, അത്യാവശ്യ കാര്യമാണ്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളാം, അല്ലാതെ ഇനിയിപ്പം അച്ഛനെ എടുത്തു പോയി സംസാരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം, അത് പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. എന്ത് പേഴ്സണൽ കാര്യമാണെങ്കിലും ബിസിനസ് കാര്യമൊക്കെ ആണെങ്കിലും
ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകൻ മനുശങ്കർ ഇറങ്ങി വരുന്നത്. അപ്പം മനുശങ്കർ ഇറങ്ങി വന്നിട്ട് അല്ല ഇതാരാമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പം ആരാന്ന് ആർക്കറിയാം, അച്ഛനെ കാണണമെന്നാ പറയുന്നത്. അപ്പം മനുശങ്കർ ഈ സ്ത്രീനെ കണ്ടതും നമ്മുടെ ബ്രിജിറ്റാമ്മേനെ കണ്ടതും വളരെ മര്യാദയ്ക്ക് അല്ല അച്ഛനോട് മുത്തച്ഛനോട് എന്ത് പറയാനാ ഉള്ളത്, അത്യാവശ്യം വല്ലതുമാണോ? അത്യാവശ്യമായിട്ട് എനിക്ക് കാണാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നു അമ്മേ, എങ്കിൽ പിന്നെ ഒന്ന് കാണിച്ചൂടെ, ബാ ഞാൻ കൊണ്ട് കാണിക്കാം. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറയുന്നുണ്ട് പിന്നെ വേറെ പണിയില്ല, വരുന്നവരെയും പോകുന്നവരെയും വിളിച്ച് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പുറത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ബ്രിജിറ്റാമ്മയോട് പറഞ്ഞു ബാ മുത്തച്ഛൻ മേളിലാണുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേളിലേക്ക് കയറാത്തിറങ്ങുമ്പോൾ നമ്മുടെ ബ്രിജിറ്റാമ്മയ്ക്ക് കയറാനായിട്ട് പറ്റുന്നില്ല, ശ്വാസം ഒന്നും വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, കരളൊക്കെ തീരാറായില്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മനുശങ്കർ ചോദിച്ചു എന്ത് പറ്റി, കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ രോഗം എന്നെ പൂർണ്ണമായിട്ട് ബാധിച്ചു കഴിഞ്ഞു മോനെ, അതുകൊണ്ട് നടക്കാനൊക്കെ വലിയ പ്രയാസമാണേ, എങ്കിൽ ബാ ഞാൻ കൈ പിടിച്ചോളാം. ഏയ് വേണ്ട, മോന് പറയാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം, ആരുടെയും താങ്ങും തടലും ആകാതെ ജീവിക്കാനാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് പതുക്കെ കയറി ചെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദ്യം മനുശങ്കറാട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പം മനുശങ്കർ പറഞ്ഞതേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നാണല്ലോ ഒരാൾ കാണാൻ വന്നിരിക്കുന്നത്, തിരുവനന്തപുരത്തുകാരുമായിട്ട് എന്തെങ്കിലും പരിചയം ഉണ്ടോ? അത് പിന്നെ നിനക്കറിയില്ലടാ, എൻ്റെ മൂത്ത മോൻ അവിടെയാണെന്ന്. ഓ മൂത്ത മോൻ അവിടെയാണെന്ന് പറഞ്ഞ അല്ല കഴുക്കൂട്ടത്തിലെ ആരെങ്കിലുമായിട്ട് വല്ല പരിചയം ഉണ്ടോ? അത് കഴുക്കൂട്ടം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മനുശങ്കർ പറഞ്ഞു ചേച്ചി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്രിജിറ്റാമ്മ കയറി വന്നത് പുള്ളിക്കാരനൊരു ഒറ്റ ഞെട്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവിടെ ഇരുന്ന കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അയാള് പെട്ടെന്ന് എണീറ്റിട്ട് കൈയൊക്കെ ഇങ്ങനെ കിടുകിടാ വിറക്കുകയാണ്. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ട, ഒരു കാര്യമൊന്നും സംസാരിക്കണ്ട, നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീർന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ തന്നെ നമ്മുടെ മനുശങ്കർ എന്ത് ചെയ്തു, ഞാനേ താഴെ പോയി ചായ എടുക്കാൻ അമ്മയോട് പറയാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രിജിറ്റാമ്മ പറഞ്ഞു എനിക്ക് സാറിനോട് സംസാരിച്ചേ പറ്റൂ, എനിക്ക് അലീനയുടെ കാര്യമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആരുടെയും കാര്യം എനിക്ക് കേൾക്കണ്ട, അലീനയുടെ കാര്യം കേൾക്കണ്ട, ആരുടെയും കാര്യം കേൾക്കണ്ട, തരാനുള്ളതെല്ലാം തന്നതല്ലേ, എല്ലാ ഇടപാടും തീർത്തല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഈ കാര്യമായിട്ട് വന്നത്? അത് പിന്നെ വാതിലടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വാതിലടച്ചപ്പോഴത്തേക്ക് നമ്മുടെ ബ്രിജിറ്റാമ്മ പറയുകയാണ് അലീന വളർന്നു വലുതായി, അവളിപ്പം മിടുക്കിയായി, അവളെ ഞാൻ പൊന്നു പോലെ നോക്കുന്നത്, ഇനി അങ്ങോട്ടേക്ക് നോക്കുന്നതിനും എനിക്ക് വിരോധമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, എനിക്ക് ഇന്ന രോഗമാണ്, അതുപോലെ തന്നെ എൻ്റെ കരള് തീർന്നു കഴിഞ്ഞു, എൻ്റെ കരള് രോഗം കാർന്ന് തീർന്നു, ഇനിയിപ്പം 2-3 മാസത്തിൽ കൂടുതലൊന്നും എനിക്ക് ആയുസില്ല, അവളെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണ്ടേ, മിടുക്കി അവളെ ഉപേക്ഷിച്ച് കളയരുത് പ്ലീസ്, ഞാൻ കാല് പിടിക്കാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇനി എന്നോടൊന്നും പറയണ്ട, അവളെക്കുറിച്ച് എന്നോട് പറയുകയോ വേണ്ട, ആ കാര്യം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, ദേവി ഇതങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്, അവളെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, അവള് നല്ലൊരു കുട്ടിയാ, ദയ കാരുണ്യം കരുണ അവക്ക് എല്ലാം ഉണ്ട്, ഒരാളോട് എങ്ങനെ പെരുമാറണം, മര്യാദ എന്ത്, സ്നേഹം എന്ത്, വാത്സല്യം എന്തൊക്കെ അറിയാം, അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് കളയരുത്, ഈ കരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അവളെ ചേർത്ത് പിടിക്കാനായിട്ട്, വേറെ ആരും അവക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉപേക്ഷിച്ച് കളയരുത്, മതി നിർത്ത, പൊക്കോ, ഇറങ്ങിപ്പൊക്കോ, ഞാൻ ആലോചിച്ചിട്ട് കാര്യം പറയാം, ഏതായാലും ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രിജിറ്റാമ്മേനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അപ്പം നമ്മുടെ ഈ ഒരു മേനോൻ മുത്തശ്ശനുണ്ടല്ലോ, എന്തോ ബന്ധമുണ്ടല്ലേ ആരുമായിട്ട്, ഈ കുട്ടിയുമായിട്ട്, അലീനയുമായിട്ട്. അപ്പം ഈ ബ്രിജിറ്റാമ്മ പറയുന്നുണ്ട് കേട്ടോ, ഈ കുടുംബത്തിൽ കളിച്ച് ചിരിച്ച് സുഖമൊക്കെ അനുഭവിച്ച് വളരേണ്ട കുഞ്ഞല്ലേ ഇതെന്ന് അലീന എന്ന് പറയുന്നുണ്ട്. അപ്പം ആ കുടുംബത്തിലെ കുഞ്ഞ് തന്നെയാണ് നമ്മുടെ അലീന. അതായത് ഈ പറയുന്ന മേനോന് 2-3 ആൺമക്കളാണ് കേട്ടോ. അതിലൊരെണ്ണമാണ് നമ്മുടെ മനുശങ്കർ, ഒരാളുടെ മകനാണ് മനുശങ്കർ. അപ്പം ഇനിയും 2 ആൺമക്കളെങ്ങാണ്ടുണ്ട്, അതിൽ ഒരാളുടെ മകളാണ് അലീന, അതും അവിഹിതത്തിലുണ്ടായ മകള്. അപ്പൊ അതാണ് കഥ, അതവിടെ നിൽക്കട്ടെ, അതിന്ന് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഏതായാലും ബ്രിജിറ്റാമ്മ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും മനുശങ്കർ പുറകെ ചെന്നിട്ട് അല്ല ചേച്ചി ചായ കുടിച്ചില്ല, ചായ ഒന്നും വേണ്ട ഞാൻ പോവാന്നും പറഞ്ഞ് കയറി പോവുകയാണ് വണ്ടിയിൽ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ 2 പിള്ളേരുണ്ട് കേട്ടോ. നമ്മുടെ മനുശങ്കറിന്റെ താഴെ 2 പിള്ളേരുണ്ട്, അതായത് മനുശങ്കറിനെ കൂടെ കൂട്ടി 3 മക്കളാണ് അവർക്കുള്ളത്, 2 ആണും 1 പെണ്ണുമാണ് മനുശങ്കറിനെ കൂടെ കൂട്ടി. അപ്പം ആ 2 പേര് അവിടെ ഇരുന്ന് TV കാണുന്നു. പിന്നെ മനുശങ്കറിന്റെ അമ്മ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രിജിറ്റ് ആദ്യമ വന്നപ്പോൾ ദേഷ്യത്തോടു കൂടി സംസാരിച്ച ആ ഒരു സ്ത്രീയാണ് മനുശങ്കറിന്റെ അമ്മ.
മനുശങ്കർ എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു, അത് തന്നെ മനുശങ്കറിന്റെ അമ്മ. ആ അമ്മ അവിടെ ഇരുന്ന് TV കാണുന്നു. അപ്പം ചായ കുടിക്കാതെയാണ് ആ സ്ത്രീ പോയതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഈ മനുശങ്കറിന്റെ അമ്മ ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെ മാനേഴ്സ് ഇല്ലാത്തവരുണ്ടോ, കയറി വന്നിട്ട് ഒരു ചായ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഹങ്കാരം. അപ്പോഴത്തേക്കും പെട്ടെന്ന് മനുശങ്കറിന്റെ അച്ഛനും ഇറങ്ങി വന്നു കേട്ടോ. മനുശങ്കറിന്റെ അച്ഛന്റെ പേര് ശിവശങ്കർന്നോ അങ്ങനെ എങ്ങാണ്ടാട്ടോ പേര്. അപ്പോഴത്തേക്കും അയാൾ ഇറങ്ങി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പിള്ളേരപ്പുറം ഇരുന്ന് TV കാണുന്ന പിള്ളേർ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ചുമ്മാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക, ഞങ്ങൾ TV കാണുമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനുശങ്കർ ഓടി ചെന്ന് TV ഓഫ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരുന്നോണം, എന്തേലും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ പിള്ളേരങ്ങ് എണീറ്റ് പോയിട്ടോ. ദേഷ്യം വന്നിട്ട് കൊഞ്ഞനൊക്കെ കുത്തി കാണിച്ചിട്ട് ആ പിള്ളേർ രണ്ടും അങ്ങ് എണീറ്റ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ മനുശങ്കർ പറഞ്ഞു, അതെ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾ വരുമ്പം പ്ലീസ് ഒരു മാനേഴ്സ് കാണിക്കണ്ടേ? മാനേഴ്സ് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇവിടുന്ന് ചായ ഒന്നും കുടിക്കാൻ തോന്നിയെന്നിരിക്കില്ല. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് വിടുന്ന എന്തിനാ ഒരാൾ വരുമ്പം, അതും അറിയത്തില്ലാത്ത ഒരാൾ വരുമ്പോൾ. പിന്നെ വരുന്നവരെ വീട്ടിൽ കയറി ഞാൻ സൽക്കരിക്കാമല്ലോ, എനിക്കിപ്പോൾ അതിനല്ലേ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് മനുശങ്കറിന്റെ അച്ഛൻ ചോദിച്ചു, എന്താടാ പറ്റിയത്? എന്ത് പറ്റാനാ, ഒരു സ്ത്രീ വന്നായിരുന്നു മുത്തച്ഛനെ കാണാനായിട്ട്. എന്നിട്ട് മുത്തച്ഛനെ കണ്ടിട്ട് എന്തു പറഞ്ഞു? എന്ത് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. അതെന്താ നീ ചോദിക്കാത്തത്? ഇതൊക്കെ നീ ചോദിക്കണ്ടേ? ചെന്ന് മുത്തച്ഛനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മനുശങ്കർ എന്ത് ചെയ്തു, നേരെ മുത്തച്ഛനോട് ചോദിക്കാൻ ചെല്ലാണ്. അങ്ങനെ മുത്തച്ഛന്റെ റൂമിൽ ചെന്നിട്ട് എന്തു പറ്റി, ആരാ കാണാൻ വന്നത്, എന്താ പ്രശ്നം? അത് പിന്നെ എന്താ പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റാത്ത കാര്യമല്ലോ ആണോ? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, മേനോന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം, ഒരു അസ്വസ്ഥത. എന്താ പറ്റിയത്? അതാരാ? അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമേനോൻ പറയാൻ എന്തോ വരുന്നുണ്ട്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും അലീനയുടെ കഥ മനുശങ്കറിനോട് തുറന്നു പറയാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും നുണയി പറയായിരിക്കും അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പം നമ്മൾ വൈകിട്ട് ഒരു 7:30 നാളത്തെ പ്രമോ വിശേഷമായിട്ട് വരാം. ബാക്കി ഇതിന്റെ ബാലൻസ് കഥ ഇന്ന് വൈകിട്ട് ഞാൻ പറയാം. നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് പ്രമോ വിശേഷത്തിൽ പറയാട്ടോ. അതിന്നൊരു 7:30 ഞാൻ വരാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.